മുൻപത്തി MLA സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു. എതിർദിശയിൽ വന്ന വാഹനം MLA സഞ്ചരിച്ച കാറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഓക്കെ, നമ്മുടെ അബിൻ വർക്കി എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ വീണ ചേച്ചിയെ തോപ്പിച്ചാണ് അബിൻ വർക്കി. ഞാനിപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാമെന്ന് വെച്ചാൽ, അബിൻ്റെ ഒരു കാര്യങ്ങളോ ന്യൂസോ കാര്യങ്ങളോ ഒന്നും വലുതായിട്ടൊന്നും TV വന്നില്ല, ജസ്റ്റ് ഒന്ന് വന്നു പോയി മാത്രമേ ഉള്ളൂ. അത് സത്യം പറഞ്ഞാൽ ചർച്ചാ വിഷയമാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ, ഈ അടുത്ത സമയത്ത് ഒരു അമ്മ ഉണ്ടല്ലോ, പിണറായി ആണ് ശരിയെന്ന് പറഞ്ഞേ. ഓക്കെ, നിങ്ങൾ ഈ വീഡിയോ ഉണ്ടല്ലോ, അതേ മണ്ഡലത്തിലെ MLA കാര്യമാണ് ഈ പറയുന്നത്. അദ്ദേഹം ആദ്യം മുതൽ ഈ പ്രളയം വന്ന ആദ്യം മുതൽ ജനങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ആൾക്കാരെ രക്ഷപ്പെടുത്താനാണെങ്കിലും വള്ളത്തിൽ കൊണ്ടുപോകാൻ. ഈ ഇടയ്ക്ക് ഒരു വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു. ഒരു വീട്ടിലൊരു ചേട്ടന് വരാൻ പറ്റത്തില്ല, എൻ്റെ വീട്ടിൽ ആട്ടുംകുട്ടികളെല്ലാം ഉണ്ട്, എനിക്ക് വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അവസാനം അതിനെയും കൂടെ തൂക്കിയെടുത്തുകൊണ്ടാണ് പുള്ളിക്കാരൻ്റെ കൂട്ടത്തിലുള്ള ആൾക്കാർ പോവുകയൊക്കെ ചെയ്തത്. ഓക്കെ, അതൊന്നും ഇവിടെ ആരും കാണുന്നില്ല. പിണറായി വിജയനാണ് ശരി എന്നുള്ള രീതിയിലെ വീഡിയോ ആണ് മൊത്തം വൈറലാവുന്നത്. ഓക്കെ, ഈ ഒരു വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തേക്കാം, പരമാവധി ഒന്ന് ഷെയർ ചെയ്തേക്കാം, ലൈക്കും നിങ്ങളുടെ അഭിപ്രായം കൂടെ കമൻറ്റ് ബോക്സിൽ ഇട്ടോ. എന്തായാലും നമുക്ക് ന്യൂസിലോട്ട് പോകാം. ഓരോ കാര്യങ്ങൾ, അതുപോലെ തന്നെ ചാണ്ടി ഉമ്മൻ്റെ കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട് നിങ്ങളുടെ അടുത്ത്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം അത് തീർച്ചയായിട്ടും നമുക്ക് വേണ്ടതാണ്. ഓക്കെ, എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കാണാം. MLA സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു. എതിർദിശയിൽ വന്ന വാഹനം MLA സഞ്ചരിച്ച കാറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. പത്തനംതിട്ട ഓമലൂര് വെച്ച് ഇന്നലെ രാത്രിയാണ് അപകടമുണ്ടായത്. അബിൻ വർക്കിക്കും കാറിലുണ്ടായിരുന്ന ജെറിൻ ജേക്കബ് പോൾ, അരുൺ, വിഷ്ണു എന്നിവർക്കും പരിക്കേറ്റു. എ വി ജയശങ്കറുണ്ട് വിശദാംശം. ആ കാർ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചല്ലോ. ആ ഒരു ഇടി കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ആ ഒരു വിഷ്വൽസ് കാണുമ്പോൾ തന്നെ നമ്മൾ ഞെട്ടിപ്പോവും. ആൾ ജീവനോടെ ഉണ്ടല്ലോ എന്ന് തന്നെ നമ്മൾ ആലോചിച്ചു. കുറേ ആൾക്കാർ പറയും ഇതൊക്കെ അഭിനയമല്ലേ എന്ന്. ഇൻസ്റ്റാഗ്രാം മൊത്തം ഇത് അഭിനയമാണെന്നാണ് പറയുന്നത്. ഈ ഒരു വീഡിയോസോ ഈ ഫോട്ടോസോ കാര്യങ്ങളൊന്നും കാണാതെ കുറേ ആൾക്കാരാണല്ലേ, അപ്പോൾ ഇയാളും കള്ളനാണല്ലേ എന്നും പറഞ്ഞിട്ട് കുറേ എണ്ണം വന്ന് കമൻറ്റ് ഇടുന്നുണ്ട്. ഒന്നും ഞാൻ പറയട്ടെ, ഒരു വീഡിയോ, ഒരു 20 മിനിറ്റിൻ്റെ ഒരു വീഡിയോയിൽ ഒരു ചെറിയൊരു ക്ലിപ്പ് എടുത്തുകൊണ്ട് പോയിട്ട് നെഗറ്റീവ് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് അവരുടെ പാർട്ടിയെ റീച്ചാക്കാൻ വേണ്ടി കാണിക്കുന്ന ഓരോ രീതികളാണ്. 2018 സംഭവിച്ചിരിക്കുന്ന പ്രളയം എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. അന്ന് കേരളം ഒറ്റക്കെട്ടായിരുന്നു. കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും BJP ആണെങ്കിലും ജാതി മതം ഒന്നും നോക്കാതെ. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ കാണിക്കുന്നത് എവിടെ രാഷ്ട്രീയമാണ്. അവർ നല്ല രീതിയിൽ മുതലെടുക്കുന്നു. ഒറ്റക്കെട്ടല്ല, പണ്ട് ഒറ്റക്കെട്ടായിരുന്നു, ഇപ്പോൾ ഒറ്റക്കെട്ടല്ല. ഇതൊന്നും മനസ്സിലാക്കാതെ കുറേ മണ്ടരായിട്ടുള്ള കുറേ ജനങ്ങളും പറഞ്ഞിട്ട് കാര്യമില്ല. ജയശങ്കർ, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? ആ ദൃശ്യങ്ങളിൽ നിന്ന് ആ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിരിക്കുന്നതായി മനസ്സിലാക്കുന്നു. ഈ മറ്റു കാറിലുണ്ടായിരുന്ന ആളുകൾ ആരായിരുന്നു? അതായത് കഴിഞ്ഞ ദിവസമാണ് ഈ അബിൻ വർക്കി MLA വാഹനം അപകടത്തിൽപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. MLA വാഹനത്തിലേക്ക് മറ്റൊരു കാർ വന്ന് ഇടിക്കുന്ന അവസ്ഥയായിരുന്നു. ഇന്നലെ രാത്രി കൂടിയാണ് 11:45 ശേഷമാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. പത്തനംതിട്ട ഓമല്ലൂർ ഷട്ടർ ബുക്കിലാണ് ഇത്തരത്തിൽ അപകടം സംഭവിച്ചത്. MLA വാഹനത്തിൽ ഉണ്ടായിരുന്നവർക്കും പരിക്കേറ്റിട്ടുണ്ട്. പക്ഷെ പരിക്ക് ഗുരുതരമല്ല എന്നത് ആശ്വാസകരമാണ്. ഈ അബിൻ വർക്കി MLA സഞ്ചരിച്ച വാഹനത്തിലേക്ക് മറ്റൊരു വാഹനം വന്നിടിക്കുകയായിരുന്നു. ഓമല്ലൂർ ഭാഗത്ത് വെച്ചാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായത്. പക്ഷെ അപകടത്തിൽ പരിക്ക് വലുതായിട്ടില്ലെന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനമുണ്ട്. ഉള്ള കാര്യം പറയാമല്ലോ. കാരണം അതുപോലെ ജനങ്ങളുടെ കൂടെ ഇറങ്ങി പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാർ കുറേ ആൾക്കാർ കമൻറ്റ് പറയണോ ഇതാണോ ഇത്ര വലിയ സംഭവം ആക്കേണ്ടത്, അപ്പോൾ പരിക്കൊന്നുമില്ലെങ്കിൽ പിന്നെ എന്താണ്, നിങ്ങൾ ആ കാർ ഒന്ന് കണ്ടു നോക്കി. നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ആണ്, നമുക്ക് വേണ്ടപ്പെട്ടവർ, അല്ലെങ്കിൽ കാണുന്ന ഇപ്പം നിങ്ങളോട് ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ഒന്ന് മനസ്സിൽ ധാനിച്ച് ആ ഒരു വ്യക്തിയാണ് ആ ഒരു സ്ഥാനത്തിന്, അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ ഫീലിങ്സ് എന്താണ്, വേദന എന്താണെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ. ഇതൊന്നും ഇവിടുത്തെ ആൾക്കാരോടൊന്നും ജനങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവരെല്ലാം വളച്ചും തിരിച്ചും മറച്ചു ഓടിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, ബാക്കിയും കൂടെ വെക്കാം. ഗുരുതരമായി ആർക്കും പരിക്കില്ലാത്തത് വലിയ ആശ്വാസം നൽകുന്ന കാര്യമാണ്. ഇത്തരത്തിൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയിൽ നിയന്ത്രണം തെറ്റി വാഹനത്തിൽ ഇടിച്ചാണെന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റു തരത്തിലുള്ള ദുരൂഹതകളൊന്നും ഇതിലില്ല എന്നാണ് നിലവിൽ ലഭ്യമാകുന്നത്. എന്തായാലും MLA സേഫാണ്. ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളൊക്കെ സജീവമായി MLA ഇന്നും തുടരുമെന്നാണ് MLAയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളൊക്കെ തന്നെ പറയുന്നത്. ഓക്കെ, ഞാൻ അതിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. അദ്ദേഹത്തിനെ കൊണ്ടുവരുന്നതിൻ്റെ വീഡിയോ. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയുടെ താഴെയല്ല നെഗറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ വന്നത്. നിങ്ങൾ ആ വണ്ടി ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി.
അബിൻ വർക്കിയുടെ വണ്ടിയാണ് തട്ടിയിരിക്കുന്നത്. വണ്ടിയിൽ ഇങ്ങോട്ട് പിടിച്ചാണ്. ഉണ്ടാകുമ്പോൾ കണ്ടല്ലോ നിങ്ങൾ ആ ഒരു വണ്ടി ഇടിച്ചതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും നമ്മൾ ആ വീഡിയോ കണ്ടാണല്ലോ. ഒരാൾ ജീവനോടുണ്ടെന്ന് പറയുന്നത് തന്നെ അത്ഭുതം തന്നെ. ഉള്ള കാര്യം ഞാൻ പറയാമല്ലോ. അത് അവിടുത്തെ ജനങ്ങളുടെ പ്രാർത്ഥനയായിരിക്കാം ആ ഒരു മനുഷ്യനെ രക്ഷിക്കാൻ, ആ മനുഷ്യനെല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയതിൻ്റെ. പിന്നെ ഒരു വീഡിയോയും കൂടെ ഞാൻ വെച്ച് തരാം. വേണ്ടേ, ഇതിപ്പോൾ 3-4 ദിവസം മുമ്പ് വന്നൊരു വീഡിയോ ആണ്. എല്ലാവരും ആറന്മുളയുടെ കേസ് കേട്ടില്ല, ആ അമ്മൂമ്മയുടെ വീഡിയോ ആണ് മൊത്തം വൈറലാക്കിക്കൊണ്ടിരുന്നത്. ക്യാമ്പിൽ അത്ര ഇത് പോരാം, പിണറായി ആയിരുന്നു ശരി എന്നൊക്കെ പറഞ്ഞിട്ടൊരു അമ്മൂമ്മ പറയുന്നതിൻ്റെ വീഡിയോ. അതേ സ്ഥലത്താണ് ഈ പറഞ്ഞ അബി എല്ലാ കാര്യങ്ങളും ചെയ്യുകയൊക്കെ ചെയ്തത്. എങ്ങനെയൊക്കെ നീയൊക്കെ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യാൻ നോക്കിയാലും സത്യം അവിടുത്തെ ജനങ്ങൾക്കറിയാം. പറഞ്ഞു മനസ്സിലായോ? അവിടുത്തെ മണ്ഡലത്തിലെ ആൾക്കാർക്കറിയാം. വേണ്ടേ, അദ്ദേഹം ചെയ്ത വേറൊരു കാര്യം വെച്ച് തരാം. മഴക്കെടുതികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ മനുഷ്യർ ഒരു പക്ഷേ ക്യാമ്പുകളിലേക്ക് മാറും. പക്ഷെ നമ്മൾ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളുണ്ട്, അവരുടെ സ്ഥിതി കൂടി, അവരുടെ കാര്യം കൂടി, അവരെ വീട്ടിൽ ഉപേക്ഷിച്ച് പോകരുത്. ഇവിടെ ഈ വീട്ടിൽ ഒരു 13 ആടുണ്ട്. അപ്പോൾ ഈ വീട്ടിലെ ചേട്ടൻ ഒരു വിധത്തിലും ഈ ആടിനെ കൂടാതെ പുറത്തേക്ക് ഇറങ്ങില്ല എന്നുള്ള നിർബന്ധത്തിലായിരുന്നു. ഇപ്പോൾ ആടിനെ പുറത്തേക്ക് എത്തിച്ചതിന് ശേഷം ഞാൻ വരാം എന്നുള്ള നിലപാടെടുത്ത് ചേട്ടനെ കൂടി കൊണ്ടുവരാനായി ഇവിടെ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കി ആളുകളൊക്കെ വരുന്നുണ്ട്. നമുക്ക് MLA യുടെ നേതൃത്വത്തിലുള്ള രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നത്. അവരെ ഇവിടെ 13 ആടുണ്ട്. അതായത് നമ്മുടെ ഇതിന്റെ ഓണർ ചേട്ടൻ ഈ ആടിനെ രക്ഷിക്കാതെ ഇവിടുന്ന് വരില്ല എന്നുള്ള കടുത്ത തീരുമാനത്തിലായിരുന്നു. കാരണം ഇപ്പൊ നിങ്ങൾക്ക് കണ്ടാലറിയാം, ഇനി വെള്ളം പൊങ്ങിയാൽ അദ്ദേഹത്തിന്റെ ജീവൻ വരെ ഭീഷണിയാവുന്നുള്ളത് കണ്ടാറിയാം. അപ്പൊ അതുകൊണ്ട് ആടിനെ രക്ഷിക്കാതെ വരില്ല എന്നുള്ള ആ ചേട്ടൻ പറഞ്ഞു. അത് മാത്രമല്ല, ഈ ആടുകൾ 13 അദ്ദേഹം കുന്നുപോലെ വളർത്തുന്നതാണ്. അപ്പൊ നമ്മൾ അതിനെ രക്ഷിക്കുക, ചേട്ടനെ രക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത്. ആ വീടിന്റെ സിറ്റ് ഔട്ട് ആണ് കാണുന്നത്. അവിടെ ഈ ആടിന് കൊടുക്കാനുള്ള പ്ലാവിലയും അവിടെ പുല്ലും ഒക്കെ വെച്ചിരിക്കുന്നത് കാണാൻ കഴിയുന്നു. സ്വന്തം ജീവന് തുല്യമാണ് ജീവിതമാണ്. കൊണ്ടുപോകുമ്പോൾ ആടിന് കൊടുക്കേണ്ട പുല്ലുകൂടി കൊടുത്തു വിടുന്നുണ്ട് ആ ബോട്ടില്. ഈ വീട് മുങ്ങിയതാ. നമുക്ക് അത്രയും പ്രശ്നങ്ങൾ ഇവിടെ വരത്തില്ല എന്നുള്ള ഒരു ഇതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ കഴിഞ്ഞു കൂടിയത്. എന്റെ ഒരു ഭിന്നശേഷിയുള്ള ഒരു കുട്ടിയാണ് മോനുള്ളത്. ആ കുട്ടിയെ വൈഫിനെയും കൂടി ഒരു ബന്ധുവീട്ടിലാക്കി ഞാനിവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു. നമ്മുടെ ആടിനെ നമ്മൾ തൊട്ടപ്പുറത്ത് രക്ഷപ്പെടുത്തിയതിനു ശേഷം എനിക്കും എങ്ങോട്ടേലും പോകണം. ചേട്ടൻ ഉറച്ച നിലപാടാണ് എടുത്തത്. ആടില്ലെങ്കിൽ ഞാനില്ല എന്നുള്ള നിലപാടാണ്. കണ്ടല്ലോ. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, എല്ലാത്തിനും അങ്ങ് തൂക്കി. ഇന്ന് ആ മനുഷ്യനാണ് ഇന്ന് ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. അതിനെക്കുറിച്ച് ഇവിടെ ആർക്കും ചർച്ചയില്ല. കൊള്ളാം. പിന്നെ അതേ സ്ഥലത്ത് വേറൊരു സ്ത്രീ വന്നിട്ട്, കമ്മ്യൂണിസ്റ്റുകാരിയാണ് കേട്ടോ, പുള്ളിയുടെ വായുന്നൊരു അബദ്ധം വീഴുന്നുണ്ട്. അതൊന്ന് വെച്ച് തരാം ഞാൻ. ഇതുവരെ ആരും വന്നിട്ടില്ല. ഞാൻ കണ്ടതാണ്. അബിൻ വർക്കി MLA ഇതിലെ പോയിട്ടുണ്ട്. ആരും വന്നിട്ടില്ല, ഞാൻ കണ്ടതാണ്. അബിൻ വർക്കി MLA ഒക്കെ ഈ വഴി പോയിട്ടുണ്ട്. തന്നെ ഒക്കത്തുള്ളൂ. ഞങ്ങളുടെ ഇവിടെ 9 കൂട്ടരുണ്ട്. ഞങ്ങളുടെ 9 കൂട്ടരുണ്ട്, ശ്രദ്ധിച്ചോണേ. വീട് പോലും ഞങ്ങൾക്ക് കാണത്തില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് സർക്കാരും സഹായം തന്നേ ഒക്കത്തുള്ളൂ. സർക്കാരിൽ നിന്ന് സഹായം തന്നേ ഒക്കത്തുള്ളൂ. കേൾക്കോ? എല്ലാ പ്രാവശ്യം ഞങ്ങൾക്ക് അങ്ങനെ തരാറില്ല. എല്ലാ പ്രാവശ്യം ഞങ്ങൾക്ക് അങ്ങനെ തരാറില്ല. ഈ പ്രാവശ്യം ഞങ്ങൾക്ക് കനിഷ്ഠമായിട്ട് തന്നേ ഒക്കത്തുള്ളൂ. ഈ പ്രാവശ്യം കനിഷ്ഠമായിട്ട് തന്നേ പറ്റത്തുള്ളൂ. വീട് തേച്ച് കഴുകാനും ഇറക്കാനും എല്ലാം തന്നേ ഒക്കത്തുള്ളൂ. ഞങ്ങൾ അതുപോലെ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ ഒക്കത്തില്ല. ഞങ്ങൾ ഈ ചുറ്റിനും കൂടെ പെട്ടുകിടക്കുക. ഞങ്ങൾക്ക് തന്നേ ഒക്കത്തുള്ളൂ. അതിന് എന്ത് വന്നാലും ഞങ്ങൾ അതിന്റെ സമരത്തിനകൽ ഞങ്ങൾ ഇറങ്ങും. ഞങ്ങൾക്ക് തീർച്ചയായിട്ടും തന്നേ ഒക്കത്തുള്ളൂ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ട്. ഓക്കെ. അവിടെ ആരാ 10 വർഷം മരിച്ചത്? നമ്മുടെ വീണ ചേച്ചി ഉണ്ടല്ലോ, മന്ത്രി വീണ ജോർജ്. പുള്ളിക്കാരിയായിരുന്നു അവിടെ. ഒരു പിന്നാക്ക് പോലും കൊടുത്തില്ലെന്ന് അവരുടെ വായിന്ന് തന്നെ അറിയാതെ വീണ് കഴിഞ്ഞ്. ഇതുപോലുള്ള കുറേ ആൾക്കാർ എന്തെങ്കിലും വീഡിയോസ് എടുത്ത് വെച്ചിട്ട് മറ്റ് പാർട്ടിക്കാരൻ നെഗറ്റീവ് അടിപ്പിക്കാൻ കുറേ എണ്ണം ഇറങ്ങി വെച്ചിട്ടുണ്ട്. നാണവും മാനം കിട്ട കുറേ വർഗ്ഗങ്ങൾ. ഇവർ തന്നെ പറയുന്നുണ്ട് 10 വർഷം കൊണ്ട് ഒരു തേങ്ങ പോലും അവിടെ കിട്ടിയിട്ടില്ലെന്ന്. കഷ്ടം. ഓക്കെ, അപ്പം എങ്ങനെയായാലും അദ്ദേഹത്തിന് സുഖം പ്രാപിക്കട്ടെ. പിന്നെ അതുപോലെ തന്നെ ചാണ്ടി ഉമ്മനെ കുറിച്ച് ട്രോള് ഇറക്കുന്ന കുറേ കക്ഷികളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യാം. ഇപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുക. സെക്കൻഡ് ഫ്ലോർ ഉണ്ടായെന്ന് പറഞ്ഞ് മാറാതിരിക്കരുത്. കാരണം വളരെയധികം സാധ്യതയുണ്ട് വെള്ളം ഇനിയും കൂടാൻ. കാരണം കിഴക്ക് ഭാഗത്ത് വെള്ളം വീണ്ടും ഇറങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്, കൊല്ലു പൊട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അത് ഇങ്ങോട്ടാണ് ഒഴി വരുന്നത്. ഇപ്പോൾ ഉള്ളതിനെക്കാട്ടി കൂടും. പിന്നെ സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യം. ഇപ്പൊ തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് നമ്മളിവിടെ ഇറക്കിയത്. തീർച്ചയായിട്ടും അതോറിറ്റീസായിട്ട് കോപ്പറേറ്റ് ചെയ്യുക എന്നുള്ളത് ലാസ്റ്റ് റിക്വസ്റ്റ് ആണ്. നമുക്ക് ഒരു ദിവസത്തേക്ക് മാത്രമേ കാര്യമുള്ളൂ. പിന്നെ അത് മാറി നിന്നിരിക്കാം. അതുകൊണ്ട് എല്ലാവരും കോപ്പറേറ്റ് ചെയ്യും. ഈ വീഡിയോ ഉണ്ടല്ലോ, പുള്ളി കിടന്ന് നീന്തുന്നതൊക്കെ. ഇത്രയും പേര് ദുരന്തത്തിൽ കിടക്കുമ്പോൾ ഒരുത്തരുന്ന് നീന്തി കളിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ചിലവന്മാർ വന്ന് പറയുന്നുണ്ട്. അങ്ങനെ കുറേ ആൾക്കാർ. എടാ, അയാൾ ജനങ്ങളുടെ കൂടാടാ. നീയൊക്കെ നിനക്കൊക്കെ ഒരു തുമ്പ് കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ വെച്ച് നീയൊക്കെ നെഗറ്റീവ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെയൊക്കെ താഴെ വന്ന് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള വ്യക്തികളൊക്കെ വന്ന് കമൻറ്റ് ഇടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ പിന്നെ എന്താ പറയുക, എൻ്റെ വീഡിയോയുടെ താഴെ വിട്ടാൽ ഞാൻ നല്ല മറുപടി കൊടുക്കും. അത് വേറെ കാര്യങ്ങളൊക്കെ തന്നെ എനിക്ക് അറിയാവുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് ഞാൻ കൊടുത്തിരിക്കും. ഇത് കുറേ എണ്ണം ഉണ്ട്. അഭിനയമാണ് അങ്ങനെ. ശരി, അവൻ അഭിനയിക്കുകയാണ്. അഭിനയിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടാണെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരാളെങ്കിൽ ഒരാളെ രക്ഷിച്ചു ചിന്തിക്കുക. അബിൻ്റെ ഈ ഒരു വീഡിയോ കൂടെ ഞാൻ വെക്കാൻ മറന്നുപോയി. ഇതും കൂടെ ഒന്ന് കാണുക. ഇത് 1-ാം തീയതി വീഡിയോ ആണേ. ഏതെങ്കിലും MLA ഇങ്ങനെ നടക്കുമോ? അതിപ്പം അബിനാണെങ്കിലും ചാണ്ടിയാണെങ്കിലും പിന്നെ നമ്മുടെ സന്ദീപ് വാര്യർ, കുറേ ആൾക്കാർ
എവിടെ കെട്ടുണ്ടോ അവിടെ അവരങ്ങ് ഇറങ്ങുക അങ്ങ്. അവിടുത്തെ ജനങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടേ. ഒഴുകി ഇവിടെ ഈ ഭാഗത്ത് കോഴഞ്ചേരി മേലേര ഭാഗത്തെല്ലാം വീടുകളിൽ വെള്ളം കയറിയിരിക്കുകയാണ്. 40-ലധികം വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഇവിടെയുള്ള ആളുകളെ ഇപ്പോഴും ഒഴിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് ഈ രക്ഷാപ്രവർത്തകർക്കൊപ്പമാണ്. ഇവരിവിടെ പല വീടുകളിൽ ചെന്ന് അന്വേഷിച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പുറത്തെത്തിക്കാനുള്ള ശ്രമം ഇപ്പോൾ തുടരുകയാണ്. ഫയർഫോഴ്സിന്റെ സേവനവും ഇവരിങ്ങോട്ടേക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2018 പ്രളയത്തിന് ശേഷം അന്ന് കൂടിയ ചെളിയും മണലും അടക്കമുള്ളവ ഇന്നും ആറിൽ കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആറിന്റെ ആഴം കുറഞ്ഞതുകൊണ്ട് ഒരു ചെറിയ മഴ പെയ്താൽ പോലും പെട്ടെന്ന് വെള്ളത്തിലടിയാവുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. അത് ആറന്മുളയിലും അതുപോലെ തന്നെ തോട്ടപ്പുഴശ്ശേരി അതുപോലുള്ള പ്രദേശങ്ങളിൽ ആകെ പ്രശ്നമാണ്. നമ്മൾ നിൽക്കുന്നത് ഇപ്പം പ്രധാനപ്പെട്ട റോഡാണ്. ഈ ഭാഗത്തൂടെ മേലേര ഭാഗത്തൂടെ പോകുന്ന റോഡാണ്. അവിടെ അരപ്പൊക്കം വെള്ളത്തിലാണ്. വീടിന് മുന്നിലേക്ക് ആളുകൾ നിൽക്കുന്നത്. കണ്ടല്ലോ. ഓക്കെ, അപ്പോൾ എനിക്ക് കൂടുതലായിട്ടൊന്നും ഇവിടെ ആരോടൊന്നും പറയാനൊന്നുമില്ല. കണ്ട് മനസ്സിലാക്കുക, ജനങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് ആലോചിച്ചും കണ്ട് മാത്രമേ ഈ കമൻസും കാര്യങ്ങളൊക്കെ ഇടാവുള്ളൂ. നല്ല രീതിയിൽ വളച്ചൊടിക്കപ്പെടുന്നുണ്ട്. ഇവിടെ പ്രളയമല്ലേ ഇവന്മാർക്ക് പ്രളയം അങ്ങനെയുള്ള ഒന്നും ഇവിടെ ഒരു പാർട്ടിക്കാർക്കും ഇല്ല. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടി മാത്രം. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാർ അത് ശരിക്കും അത് മുതലാക്കുന്നുണ്ട്. ടാർഗറ്റ് വേറെ ആരുമല്ല, VD സതീശൻ. ഓക്കെ, വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്ബൊക്കെ ചെയ്യുക. പരമാവധി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ബൈ ബൈ, ലവ് യു ഓൾ.